സാധാരണ 4 അടിച്ച ഞാൻ പിറ്റാന്ന ഇന്ന് ശിവാശ്രയിലായതുകൊണ്ട് ഞാൻ 6 അടിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പുഷ്പരഥത്തിന്റെ ചുക്കാൻ വാസുദേവയ്യരെ ഏൽപ്പിക്കുന്നു. എടോ ഞാൻ ഈ വണ്ടി വല്ലയിടത്ത് കൊണ്ടുപോയി ഇടിക്കും. എണീക്കണോ? എണീക്കണോ? താനേ ഈ ഇതിന്റെ സ്റ്റിയറിംഗ് അങ്ങ് പിടിച്ചേ. ട്രാഫിക് ലൈറ്റില്ലേ, അത് റെഡാണോ ചുവപ്പാണോ അതോ പച്ചയാണോ? അത് കറുപ്പ് പോലത്തെ ഒരു പച്ച. ധൈര്യമായിട്ട് വിട്ടോ. അയ്യോ ചുവപ്പ് റെഡാ, ചവിട്ടിക്കോ. ആരാണ്? ഭൂമിയിൽ ധൂമകേതു വന്നിടിച്ചു. ധൂമകേതു അല്ല, ധൂമകേതി. ധൂമകേതിനി. ഒരു സുന്ദരി ധൂമകേതിനി. വരുന്നുണ്ട്. ഓപ്പൺ. Look, mister. Is the way to drive? Is the way to brake? Who gave you the license? Idiot! You. അതെ, ഇംഗ്ലീഷിൽ പറയാ, എങ്കിലേ മനസ്സിലാവും. ഇങ്ങനെയാണോ ബ്രേക്ക് ചെയ്യുന്നതെന്ന്? അങ്ങനെ ഇംഗ്ലീഷിൽ പറയാ മനസ്സിലായി. What do you mean? I mean, well, ഞാൻ വരാം. അങ്ങോട്ട് പറയുക ഞാൻ വരാം. സോറി. എന്റേത് ഓക്കെ. Look, mister. One second. Okay. Relax. What's your real problem? What? The traffic light is a problem. See, there are 3 colors. Red, pink and blue. You shut up. Okay. There are 3 colors, red, green and yellow. So green is for start, red is for brake, and then yellow. So yellow is the problem. Yellow is the main problem. To madam. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്റെ വണ്ടി ഒന്ന് നോക്കാൻ. അതിനാ. നീ പോ, ഞാൻ കൂടെ വരാം. Hey, mister. Yes. See? You damaged my car. Okay. വേല കയ്യിലിരിക്കട്ടെ വെച്ചേ. ഞങ്ങളുടെ കാറിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇടിച്ചിട്ട് ഞങ്ങളോട് തട്ടിക്കയറാൻ വരുന്നു. ഇത് എവിടുന്ന് വരുന്നു? So you are drunk? Yeah, not only me, he. ഒരു കേസ് ബിയർ. 2 കേസ് ബിയർ. അത് രണ്ടുപേരും കൂടി. I'll complain to the police. മാഡം, ആ കംപ്ലൈന്റ് ഇങ്ങ് എഴുതി തന്നാ മതി. ഞാനാണ് DTP. ഇതിനൊക്കെ എന്ത് കംപ്ലൈന്റ്? അതെ, സുന്ദരിയായ മാഡത്തിന്റെ സുന്ദരിയായ ഈ കാറ്, സുന്ദരനായ എന്റെ സുഹൃത്തിന്റെ സുന്ദരനായ ഈ കാറിൽ ഒന്ന് കിസ് ചെയ്തു. ബമ്പർ ടു ബമ്പർ. കിസ്സിംഗ് ഇസ് നോട്ട് എ ക്രൈം ഇൻ ഇന്ത്യ. Nonsense. Thank you. പോലീസ് വന്നിട്ട് പോയാ മതി. I want compensation. കോമ്പൻസേഷൻ ഇല്ലേ? എന്നാ പിടിച്ചോ, 2 രൂപ. മാഡം, പോലീസ് വന്നിട്ട് കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിച്ചിട്ട് സൗകര്യമായിട്ട് വന്നാൽ മതി. ഞങ്ങൾക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. പാടേരെ നിങ്ങളെ കോടതി കയറ്റും. കോടതിയെ കയറ്റിക്കോ. പക്ഷെ മാഡം, ഞങ്ങളുടെ കാർ ഫ്രണ്ടിലാണ് കിടക്കുന്നത്, മാഡത്തിന്റെ കാർ പുറകിലാണ് കിടക്കുന്നത്. അപ്പൊ ഫ്രണ്ടിൽ കിടക്കുന്ന ഞങ്ങളുടെ കാറിനെ പുറകെ കിടക്കുന്ന മാഡത്തിന്റെ കാറാണ് കൊണ്ട് അത് പറയരുത്. നമ്മുടെ കാറിലെ ഫ്രണ്ടിൽ കിടക്കുന്നത്, മാഡത്തിന്റെ കാറിലെ ബാക്കി കിടക്കുന്നത്. അപ്പൊ മാഡത്തിന്റെ കാറിലെ നമ്മുടെ കാർ കൊണ്ടിരിക്കുന്നത്. I'll take you to jail. ജയിലിൽ കയറ്റേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ജയിലിൽ ചാടി വന്നിരിക്കുന്നവരാ. ഭീകരൻ. You get out from my car. Thank you. Drunkards. Yes. പക്ഷെ മാഡത്തിന്റെ കാറാണ് ഞങ്ങളുടെ കാറിനെ കൊണ്ട് ഇടിച്ചത്. വന്നു. വരുന്നേ. എത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നല്ല ലെവലാണല്ലോ. നല്ല വിറ്റാണല്ലോ. ചേട്ടാ, അടിക്കുമ്പോ 5 or 6 അടിക്കാവും. ഇല്ലേ, ഇതാണ്ട് ഇതുപോലെ മുണ്ടും തുണിയൊന്നും. ഓ, ഞങ്ങളാരും ഉറങ്ങാത്തവരാണല്ലോ. ഞാനും വണ്ടി ഓടിച്ച് സുഖമായിട്ട് ഉറങ്ങി തന്നെയാണല്ലോ വന്നത്. എന്നിട്ട് എനിക്ക് മുണ്ടും തുണി ഉണ്ടല്ലോ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. വാളടിക്കാൻ വേണ്ടിയാ. എന്നെ പിടിച്ചോ. അതെ,
ഞാൻ ബ്രേക്ക് ചെയ്തുള്ള സത്യമാണ്. പക്ഷെ അവളാണ് എന്റെ പുറകെ കൊണ്ടുവച്ചത്. അവളാണ് എന്റെ ഏതവള്? ഏതോ ഒരവള്. എന്റെ കർത്താവ്, ഏതെങ്കിലും ഒരു അവള് ഒന്ന് കാര്യമായിട്ട് ഇടിച്ചാ എനിക്ക് ഇവിടുന്ന് ഊരി അങ്ങനെ ഉരുണ്ട ഇവിടെ വീടിന്റെ തിണ്ണ ഇരുന്നിട്ടാണ് ഇവിടെ മുണ്ടും തിണ്ണയില്ല വർത്തമാനം പറയുന്നത്. ആളുകളെ ആയിരിക്കില്ല ഞാനും ഇങ്ങനത്തെ ആളാണ്. അമ്മയ്ക്ക് സന്തോഷമായല്ലോ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചെത്തിയല്ലോ. ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്ത് ഞാൻ ഇവിടെ തന്നെ കാണും. മരുന്നെടുത്ത് തരട്ടെ? ആ വാതർന്നേ. ആ അങ്കിളിന് ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഞാൻ പോയി വരട്ടെ? മോൾ അമേരിക്കയിലായിരുന്നപ്പോ എന്റെ ഭക്ഷണക്കാരിയൊക്കെ കണക്കായിരുന്നു. നല്ല പ്രായത്തിലൊരു കല്യാണം കഴിക്കാത്തോണ്ടല്ലേ അങ്കിൾ? അതെങ്ങനാ? അളിയൻ മരിച്ചതോടെ ഹോസ്പിറ്റലിന്റെ ഭരണവും പെങ്ങടെ ശുശ്രൂഷയൊക്കെ എന്റെ തലയിലായില്ലേ? അമ്മയുടെ കാര്യം നോക്കാൻ ഇനി ഞാനുണ്ടല്ലോ. ഒരു പ്രപ്പോസലൂടെ ഞാൻ കൊണ്ടുവരട്ടെ അങ്കിൾ? നീ ഹോസ്പിറ്റലിന്റെ MD സ്ഥാനം അങ്ങോട്ട് ഏറ്റെടുക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അയ്യോ ഞാനില്ല, എല്ലാം അങ്കിള് തന്നെ നോക്കിയാ മതി. ആ പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാൻ ഡോക്ടർ റോയിയെ വിളിച്ച് നീ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല കാർഡിയോ തൊറാസിക് സർജനാ ഡോക്ടർ റോയി. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് പലതും പഠിക്കാൻ കഴിയും. അത്ര കേമനാണോ? അമേരിക്കയിൽ ഞാൻ കണ്ട ഡോക്ടേഴ്സിനപ്പുറം ഒന്നും വരില്ലല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അപ്പോയിന്റ്മെന്റ് 10:30. സോ ബി ഓൺ ടൈം. കാണാനൊക്കെ പോവാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് RTO ഓഫീസ് വരെ ഒന്ന് പോണം. ഇന്നലെ ഒരു ഡ്രങ്കാർഡ് കാരണം എന്റെ കാറിന്റെ ബമ്പർ മുഴുവൻ ചളുങ്ങി. നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, TN01D4866. ഹായ്, ഗുഡ് മോർണിംഗ് ആനി. ഹലോ ഡോക്ടർ മേനോൻ, ഗുഡ് മോർണിംഗ്. ആനി മറന്നിട്ടില്ല അപ്പോ? ഹേയ്, ആനി ജോയിൻ ചെയ്യുന്ന കാര്യം ഡോക്ടർ ഡേവിഡ് എന്നോട് പറഞ്ഞിരുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. സീ യു. ഡോക്ടർ. Yes, come in. Yes. Oh, ഇന്നലത്തെ ആക്സിഡന്റ് കേസ് കോമ്പൻസേഷൻ. ചെക്ക് വേണോ ക്യാഷ് വേണോ? എമൗണ്ട്? അതല്ല, ഞാൻ മേ കം ഇൻ ഡോക്ടർ? പ്ലീസ് കം ഇൻ, പ്ലീസ് കം ഇൻ. എക്സ്ക്യൂസ് മീ, ഇതുവരെ ഡൗട്ട് തീർന്നില്ലേ? ഇല്ല ഡോക്ടർ, ഞാൻ ലൈബ്രറി മുഴുവൻ നോക്കി, എന്നിട്ടും. Okay, 4th rack, last shelf, text book of surgery by Kirkland. Read invasive surgical techniques. Page number 113, third paragraph. താങ്ക് യു ഡോക്ടർ. ഷെൽഫിന്റെ മുകളിലാണ് ബുക്ക് ഇരിക്കുന്നത്. സ്റ്റൂൾ ഇട്ടെടുക്കണം. യു മേ ഫോം. അപ്പൊ എമൗണ്ട് എത്രയാന്ന് പറഞ്ഞേ? അതല്ല, എന്റെ അങ്കിൾ. അങ്കിളിനെ ഒക്കെ കൊണ്ടുവരണോ ഇത്രയും ചെറിയ കാര്യത്തിന്? എക്സ്ക്യൂസ് മീ. Rantac 150 mg. Rantac 150 mg 3 times daily. Okay. അപ്പൊ അങ്കിൾ ആരാന്നാ പറഞ്ഞേ? എന്റെ അങ്കിൾ ആരാന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണില്ല. വല്ല മന്ത്രിയോ MP ആണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എക്സ്ക്യൂസ് മീ. യെസ്. രാവിലെ ലാബ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോഴാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. സ്റ്റുപ്പിഡ്. You find out the blood group and start blood transfusion immediately. സമയത്തിന്റെ വില അറിയാത്ത കഴുതകള്. അപ്പൊ അങ്കിൾ ആരാന്ന് പറഞ്ഞേ? ഞാൻ ഡോക്ടർ ഡേവിഡ് കുരിശിങ്കലിന്റെ. ഡേവിഡ് കുരിശിങ്കലിന്റെ നീസ. ഓ സ്റ്റേറ്റ്സിന്ന് സർജറിയിൽ ഗോൾഡ് മെഡൽ. എന്റെ കൂടെ കുറച്ചു കാലം പരിശീലനം. ഡോക്ടർ ആനി അല്ലേ? യെസ്. ഇത് നേരത്തെ പറയണ്ടേ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ വന്നതാ. That's fine. But what's the time now? 10:45. That means you are 15 minutes late. ഒരു സർജൻ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ്. 10:50ക്ക് എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്.
So you come and meet me tomorrow by 8:30 a.m. sharp. എക്സ്ക്യൂസ് മീ ഡോക്ടർ. No excuses. ഒരു സർജന് ഒരിക്കലും excuses ഇല്ല. Only precision. Now you may go and come back tomorrow. ചേട്ടാ ആരാന്ന വിചാരം? Any problem? നോ പ്രോബ്ലം. No problem. Good. பார்வை ராணியின் பக்கம் கண் தேடுது சொர்க்கம், கண் மூடுது வெட்கம். ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്താ ദേവിക റാണി, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞോ? നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, കഴിഞ്ഞു. വല്ലപ്പോഴുള്ള ഈ നൈറ്റ് ഡ്യൂട്ടി നല്ലതാ. മൊത്തത്തിലുള്ള ഈ ഹെവി ബ്യൂട്ടി ഒന്ന് സ്ലിം ബ്യൂട്ടി ആയി കിട്ടും. ഇനി എന്നാണ് ഡേ ഡ്യൂട്ടി? മറ്റന്നാൾ. അയ്യോ, അന്ന് എനിക്ക് ഓഫ് ഡ്യൂട്ടി ആണല്ലോ. നഴ്സിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഡേ ഡ്യൂട്ടി, നഴ്സിന് ഡേ ഡ്യൂട്ടി ഉള്ളപ്പോ എനിക്ക് ഓഫ് ഡ്യൂട്ടി, അങ്ങനെ മൊത്തത്തിൽ ക്രോസ് ഡ്യൂട്ടി. ഇനി നഴ്സിന് ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ടോട്ടൽ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഒരുമിച്ചൊന്ന് നോ ഡ്യൂട്ടി ആകുന്നത്? യു ആർ എ നോട്ടി ഡ്യൂട്ടി ഡോക്ടർ. ബൈ. ബൈ. എന്താ രാവിലെ തന്നെ നേഴ്സുമായിട്ടൊരു ശൃംഗാരം? അയ്യോ, ഞാന് അവക്കൊരു ഓയിന്റ്മെന്റ് പുരട്ടി കൊടുക്കായിരുന്നു. അല്ല, പറഞ്ഞു കൊടുക്കായിരുന്നു. വിറ്റ്ഫീൽഡ് അവക്ക് ഒരു ചെറിയ കൃമികടി, അല്ല പുഴുക്കടി. ഓ, പുഴുക്കടി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ഈ അവസാനം വരെ കാത്തിരിക്കുന്ന വെറുതെയാവും. നിങ്ങൾ ആ ദേവിയാറാണെ തന്നെ കെട്ടും. എന്താ സുബ്ബു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സുബ്ബമ്മാളുടെ മൂത്ത 3 അമ്മാളുമാര് കെട്ടിപ്പോകുന്നവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഇനി 2 ചേച്ചിമാർ കൂടി വേണ്ടി എനിക്ക് കാത്തിരിക്കാം. ഈ അയ്യര് കെട്ടുന്നെങ്കിൽ അത് സുബ്ബമ്മാളിനെ മാത്രമായിരിക്കും. ഉറപ്പാണ്. ഇനി മേലെ ആ നേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല. അത്രേ ഉള്ളോ? എന്റെ അമ്മ ശീമാട്ടി അമ്മയാണ് സത്യം. ആ നേഴ്സിനെ ഈ കണ്ണുകൊണ്ട് പോലും ഞാൻ നോക്കൂല. പിന്നെ നമുക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. ആ, ഞാൻ അത്താന് സ്പെഷ്യൽ തൈര് സാധം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചെവക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പല പഴനിയിലും പോയി തല മുട്ട അടിക്കുന്നതാ. എന്റെ മുരുക. എന്നെ വിളിച്ചോ? ഇല്ല മുരുക, എന്റെ മുരുക. അയ്യോ, താനിന്ന് ഡോക്ടർ ഡേവിഡിന്റെ നീസിനെ 10 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചില്ലെന്ന് കേട്ടു. മോശമായി പോയി. ഒരു മോശമില്ല. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്താൽ കറക്റ്റ് സമയത്തിന് വന്നിരിക്കണം. അയ്യരേ ആ തുടങ്ങിയില്ലേ? വെയിറ്റിംഗ്. ശീഘ്രം വാടാ. ഏണ്ടാ ഇவ்வளவு ഡിലേ? അറിവ് കെട്ട മുണ്ടം. ബോട്ടിൽസ് ആൻഡ് ഗ്ലാസസ് റെഡി. ഓക്കെ, യു ക്യാരി ഓൺ. ആ. എനിക്ക് ചില റിസർച്ച് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Right. അടുത്ത ജന്മമെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ പോലെ ആകണം. നോ ഡ്രിങ്ക്സ്, നോ സിഗരറ്റ്സ്, നോ എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങേര് പറഞ്ഞ ഒരു കാര്യം ശരിയാ. തനിക്ക് ആ പെങ്കൊച്ചിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എടോ വിഡ്ഢി അയ്യരെ. ആ വിധിയല്ല വീടി. ആ, തനിക്ക് ഏതെങ്കിലും ഒരു ചൊറിച്ചില് കേസ് നോക്കി ഒരു ഓയിന്റ്മെന്റ് കുറിച്ചു കൊടുത്തിരുന്നാ മതി. പക്ഷെ ഞങ്ങൾ സർജൻസിന് ഡിസിപ്ലിൻ വേണം. അതുകൊണ്ടാണ് ഈ വീഡി അയ്യർ MBBS കഴിഞ്ഞതിന് ശേഷം ബുദ്ധിപൂർവ്വം സ്കിൻ ആൻഡ് വീഡിയിൽ MD എടുത്തത്. നോ നൈറ്റ് കോൾസ്, നോ നൈറ്റ് ഡ്യൂട്ടി, നോ ഡെത്ത് കേസസ്. പിന്നെ കുറച്ച് അശ്ലീലം. അതിനല്ലേ ഈ ഗ്ലൗസസ്. Cheers. ശരിയായില്ലേ? ടാക്സി, ടാക്സി, ഓട്ടോ. അമ്മ വാ, ഇത്തിരി ധൃതിയുണ്ട്. ക്ഷമിക്കണം പ്ലീസ്. സ്മൈൽ ഹോസ്പിറ്റൽ. പെൺപിള്ളേര് ഹായ്. ആൺപിള്ളേരും കണക്കാ. Excuse me. ചേട്ടാ, കാപ്പി. കൊണ്ടുവരുന്നേ.
ഡോക്ടർ റോയ് മാത്യു. സിഗ്നേച്ചർ കൊള്ളാം. Sit down. ഞാൻ കൃത്യം 8:30 AM തന്നെ വന്നു. That's fine. The boss can always be late, but you have to wait. ഇയാൾക്ക് എന്തോ ആണെന്ന് വിചാരം. Any problem? നോ പ്രോബ്ലം. ഒരു സർജന് പങ്ക്ച്വാലിറ്റിയും പ്രിസിഷനും മാത്രം പോരാ. You have to be neat and presentable like me. എന്താ രാവിലെ സാധാരണ കുളിക്കാറൊന്നുമില്ലേ? കാർ കേടായി. ലേറ്റ് ആവാതിരിക്കാൻ ഇത്തിരി ഓടേണ്ടി വന്നു. ഓടുന്നത് വളരെ നല്ല എക്സസൈസ് ആണ്. ഓക്കെ, ഈ റേസിൽ ഒപ്പിട്ടിട്ട് എന്റെ കൂടെ റൗണ്ട്സിന് ജോയിൻ ചെയ്തോളൂ. ഫ്രഷ് ആയിട്ട്. ഓക്കെ, തള്ള മരിച്ചുപോയി. ഏതോ വണ്ടി ഇടിച്ചതാ. ഹൗഷി? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹെർ പൾസ് ഈസ് വെരി വീക്ക്. ദർ ഇസ് സം ഇന്റർണൽ ഇഞ്ചുറി. നിങ്ങളൊക്കെ ഈ കുട്ടിയുടെ ആരാ? ആരുമല്ല, വഴിയിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ടിട്ട് എടുത്തോണ്ട് വന്നതാ. ഐ സി. സിസ്റ്റർ, ആ ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് ബാൻഡേജ് ചെയ്ത്. ഓക്കെ. നിങ്ങളൊന്ന് വരൂ. ഇതൊരു എമർജൻസി ഓപ്പറേഷൻ കേസാണ്. പക്ഷേ ആക്സിഡന്റ് കേസസ് ഒന്നും ഈ ഹോസ്പിറ്റലിൽ എടുക്കില്ല. നിങ്ങൾ വേഗം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, അത്രയും ദൂരം പോകുമ്പോ ഈ കുട്ടിയുടെ ജീവൻ അല്ല, ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് പിന്നെ എന്താ വാട്ട്സ് പ്രോബ്ലം? സാർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ട് അത് എടുക്കുന്നില്ല സാർ. ലെറ്റ് മീ സീ. കം. ഡോക്ടർ റോയ്, ഷീ ഈസ് വെരി ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ബുദ്ധിയല്ലേ? ഡെത്ത് കേസ് കൂടിയാൽ ഹോസ്പിറ്റലിന്റെ ഗ്ലാമറിന് ഭംഗം, പിന്നെ നമുക്ക് കോടതി കയറേണ്ട മെനക്കേടും. അല്ല, മെഡിക്കൽ ലീഗൽ കേസാകുമ്പോ എന്ത് മെഡിക്കൽ ലീഗൽ കേസ്? ഒരു കുഞ്ഞിന്റെ ജീവൻ മുന്നിലിട്ടുണ്ടാണോ മെഡിക്കൽ ലീഗൽ കേസ്? സേഫ് കേസുകൾ മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ വിളിക്കുന്നത്? കമോൺ, ബ്രിങ് ടു ദി ഓപ്പറേഷൻ തിയേറ്റർ. Move back. മാറിക്ക. ഡോക്ടർ, ആ ആക്സിഡന്റ് കേസ്? കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതല്ല, കുട്ടിയുടെ തള്ള മരിച്ചല്ലോ. FIR. ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുളിയും ജപവും കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഉറക്കവും കഴിഞ്ഞല്ലേ വരും ഏമാന്മാരെ. എവിടാന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. ഞങ്ങൾ പോയിക്കോട്ടെ. എന്താ ഇത്ര ധൃതി? ഇനിയും ഒരുപാട് ചടങ്ങുകൾ ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ആർക്കറിയാം നിങ്ങൾ തന്നെ ഇടിച്ചിട്ട് നിങ്ങൾ തന്നെ ആശുപത്രി കൊണ്ടുവന്നല്ലെന്ന്. അപകടത്തിൽപ്പെടുന്നവരെ കാരുണ്യം തോന്നി ആശുപത്രിയിൽ എത്തിക്കുന്നവരെ കൂടി പ്രതിയാക്കിയ ഒരു കേസെടുപ്പ്. ഇതുകൊണ്ട് തന്നെ പെരുവഴിയിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത. ഇനി ഇതിന്റെ പേരില് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റല്ലേ? ഒരു അല്പം നന്മ ബാക്കി നിൽക്കുന്ന ഈ യുവതലമുറയുടെ ധാർമ്മിക ബോധം കൂടെ കെടുത്തി കളയല്ലേ സാറേ? ഇയാൾ ആരാന്ന വിചാരം? മെഡിക്കൽ ലീഗൽ കേസ് അറ്റൻഡ് ചെയ്യുക, മറ്റു ഡോക്ടർമാരെ പരസ്യമായി കുറ്റപ്പെടുത്തുക, SIയെ പിടിച്ച് വരട്ടുക, അതൊക്കെ പോട്ടെ. MDയുടെ നീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കുക. എന്നിട്ട് എല്ലാത്തിനും ഇങ്ങനൊരു ഞൊട്ടയിടിയിലും. അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. പിന്നെന്താ, ബെസ്റ്റ് സർജനാ. അതുകൊണ്ടല്ലേ ഞങ്ങളും അയാളെ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്നും വെച്ച് പൊറപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഹി ഷുഡ് ബി റീപ്ലേസ്ഡ്. മോൾ ആദ്യം അയാളുടെ കൂടെ നിന്ന് പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ച് മിടുക്കിയാകാൻ നോക്ക്. എന്നിട്ട് നമുക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യം ആലോചിക്കാം. മോള് ചെല്ലേ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. How is she?
കോൺഷ്യസ് ആയി, പക്ഷെ ഇപ്പൊ നല്ല ഉറക്കം. കുട്ടിയുടെ ബന്ധുക്കളാരെങ്കിലും? കുട്ടിയുടെ അമ്മയുടെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല. അന്വേഷിച്ചപ്പോ സ്വന്തക്കാരായിട്ട് ആരും ഇല്ലെന്ന് അറിഞ്ഞത്. ഹലോ ഡോക്ടർ. മോർണിംഗ്. ഈ കുട്ടി എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആയി കണക്കാക്കി ബിൽസ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഈ ഡ്രിപ്പ് കൂടെ കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റിക്കോളൂ. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഓക്കെ? ഹൗ ആർ യു? ആശ്വാസമുണ്ട് ഡോക്ടർ. എന്താ മോളെ ഇത്? മരുന്ന് കൊടുത്തിട്ട് കുടിക്കുന്നില്ല ഡോക്ടർ. ഞാൻ കൊടുക്കാം. മിടുക്കി. എന്താ മോളുടെ പേര്? പാർവതി. നല്ല പേരല്ലേ? ഡോക്ടർ അങ്കിള് മോളെ പാർക്കുട്ടിനെ വിളിക്കും. എന്റെ അമ്മയെ എന്നെ അങ്ങനെയാ വിളിക്കാം. ഡോക്ടർ അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ വന്നിരുന്നല്ലോ. അപ്പൊ പാർക്കുട്ടി ഉറങ്ങുകയായിരുന്നു അല്ലേ? ഇപ്പൊ പോയതേ ഉള്ളൂ. മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നാളെ രാവിലെ വരും. വേണ്ട, എനിക്ക് ഇപ്പൊ കാണണം. കരയല്ലേ? പാറക്കുട്ടി മിടിക്കല്ലേ? പാറക്കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? ഡോക്ടർ അങ്കിൾ ഉണ്ട്, നേഴ്സ് ആന്റി ഉണ്ട്, ആ ഡോക്ടർ ആന്റി ഉണ്ട്. കിടന്നോളൂ. ഡോക്ടർ അങ്കിള് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഇനി അമ്മ വരുമ്പോ പാറുക്കുട്ടി ഉറങ്ങുകയാണെങ്കിലും വെളിച്ചെണ്ണത്തിൽ കണ്ടിട്ടേ പോവെന്ന് പറയണം. തീർച്ചയായും. ഓക്കെ. ഡോക്ടർ ആനി ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ നഴ്സുമാരുടെ ജോലിയല്ലേ? എന്താ കുറെ ശവങ്ങളും മരിച്ചു കയറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അർത്ഥമറിയാത്ത കുറെ തിയറികൾ മരച്ചു കലക്കി പഠിച്ചാൽ ആർക്കും ഡിഗ്രി കിട്ടും. പക്ഷെ ജീവനുള്ള മനുഷ്യനെ സ്നേഹപൂർവ്വം പരിചരിച്ചെങ്കിൽ മാത്രമേ തൊട്ടും കൊട്ടിയും ശ്രമിച്ചു നോക്കാതെ രോഗം നിർണ്ണയിക്കാനുള്ള വൈദ്യസിദ്ധി ദൈവം വരമായിട്ട് നൽകൂ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് ഏറ്റവും വലിയ ഡോക്ടർ. ഏറ്റവും വലിയ മരുന്ന് സ്നേഹവും. അതങ്ങനെ വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കുന്ന ലാഘവത്തോടല്ലേ ഇതൊക്കെ രോഗികളെ പരിശോധിക്കുന്നത്. നിങ്ങൾ റൗണ്ട് സെൻഡ് ചെയ്തോളൂ, ഞാൻ പിന്നെ ജോയിൻ ചെയ്തോളാം. ജോലിയാണ് പോലും. സ്റ്റുപ്പിഡ്. ഇക്കണക്കിന് പോയാൽ നീ കറങ്ങുമല്ലോടാ റോയി. ഈ ആശുപത്രി വന്ന് വിടുന്ന അനാഥ കുഞ്ഞുങ്ങളെയൊക്കെ നീ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ? അതിന് പകരം നീ ഏതെങ്കിലും കണ്ടാക്കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കണ്ടുപിടിക്കും. അങ്ങനെയാണ് എന്റെ ജോലി അത്രയും കുറഞ്ഞു. അതല്ലച്ചോ, അമ്മയും മരിച്ചതോടെ ആ കുട്ടിക്ക് ആരും ഇല്ലാതായി. എടാ അങ്ങനെ ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയാ ഞാൻ ഇങ്ങനൊരു സ്ഥാപനം നടത്തുന്നത്. നീ ആ കുഞ്ഞിനെ എനിക്കിതാ, ഞാൻ നോക്കിക്കോളാം. ഇല്ലച്ചോ, ആ കുട്ടിയോട് എന്തോ ഒരു അടുപ്പം ദൈവമായിട്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഞാൻ വളർത്തു വെച്ചു. കുറെ കൊല്ലം മുമ്പ് ഒരു വെളുപ്പാങ്കാലത്ത് നടക്കാൻ ഇറങ്ങുമ്പോ റോഡ് വക്കിലെ മരച്ചോട്ടിൽ കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ എനിക്ക് കിട്ടി. അവൻ വളർന്നു, വലിയവനായി, വലിയ ഡോക്ടറായി. സന്തോഷമുണ്ട്. പക്ഷെ അതിലും വലിയ സന്തോഷം അവൻ വലിയ ഒരു മനുഷ്യസ്നേഹിയാണല്ലോ എന്നറിയപ്പെടാം. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ വലത്തെ കാലിന് ഭയങ്കര വേദന. ആ വൈദ്യുതി കുറച്ച് കഷായമൊക്കെ തന്നു കുടിച്ചു, ഒരു കുറവുമില്ല. കാലിലേക്കുള്ള രക്ത ഓട്ടം കുറവാണെന്നാ അയാള് പറയുന്നത്. അച്ഛൻ ആദ്യം ഈ ചുരുട്ടുവലി നിർത്തണം, പിന്നെ ആഹാരവും കുറയ്ക്കണം. എടത്തമാടി, ഞങ്ങൾ അച്ഛന്മാർക്ക് അനുവദിച്ചിട്ടുള്ളത് 3 പാപങ്ങളാണ്. ഒന്ന് സുഭിക്ഷമായ ചാപ്പാട്, പിന്നെ വൈരടി, പിന്നെ ഈ ചുരുട്ടുവലി. അതിന് അച്ഛൻ സാധാരണ വലിയല്ലോ, ഭയങ്കര ആഞ്ഞു വലിയല്ലേ. ഏതായാലും നാളെ ഹോസ്പിറ്റലിലോട്ടൊന്ന് വാ, നമുക്കൊരു ചെക്കപ്പ് നടത്താം. ഞാൻ ആശുപത്രിയിലേക്കില്ല, നീ കുത്തിവെക്കും. മക്കളെ എല്ലാരും വാ. ഇത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം.
ആ എല്ലാവർക്കും കൊടുക്കണം. ഇന്നു മുതൽ അച്ഛന്റെ പ്രാർത്ഥനയിൽ ഒരാളെ കൂടെ ഓർക്കണം. മനസ്സിലായി. പാറക്കുട്ടിയല്ലേ, മറക്കാതിരിക്കാൻ ഓർത്തോളാം.